കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. കുരുമുളകിന് വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തത് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷത്തെ വേനലിൽ കുരുമുളക് കൃഷിയിൽ മാത്രം 39 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. 2100 ഏക്കറിലെ കുരുമുളക് കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ വേനൽ മഴ കർഷകരെ ചതിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ തിരികൾ പൂർണ്ണമായും നശിച്ചു. തിരികൾ ഉണ്ടാകുന്നതും ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് 2/3 വിളവ് മാത്രമാണ് ഇത്തവണ കർഷകന് ലഭിച്ചത്. കൂടാതെ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും കുരുമുളക് കൃഷിയെ കാര്യമായി തന്നെ ബാധിച്ചു. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമാണ് മെയിനായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കർഷകന് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പുതുതലമുറയൊന്നും ഈ കൃഷിക്ക് വേണ്ടി തയ്യാറാകുന്നില്ല. പ്രായമായ ആൾക്കാരേ ഉള്ളൂ. അവരെ കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇത്തവണ 780 രൂപയോളം കുരുമുളകിന് വിലയുണ്ടെങ്കിലും ഉൽപാദനമില്ലാത്തതിനാൽ കർഷകന് ഇതിന്റെ ഗുണം ലഭിക്കുന്നുമില്ല. സംസ്ഥാനത്തെ കുരുമുളക് കൃഷിയിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. മുമ്പ് 86,541 ഹെക്ടറിലധികം കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുരുമുളക് കൃഷിയുള്ളത് 77 ഹെക്ടറിൽ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കറുത്ത പൊന്നിനെ കർഷകർ ഉപേക്ഷിക്കുന്ന കാലം വിദൂരമല്ല. ജനം, ഇടുക്കി.